പ്രിയപ്പെട്ടവരെ, ഇറാൻ എന്ന രാജ്യം ആരാണ്? നമുക്കറിയാം, സുന്നി ഷിയ തർക്കം. സുന്നികളിൽപ്പെട്ട വിഭാഗമല്ല ഇറാനിൽ, അല്ലെങ്കിൽ ഇറാന്റെ ഭരണകൂടവും ഇറാനിലെ ഭൂരിപക്ഷം ജനങ്ങളും ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഷിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഏതാണ്ട് പുറത്തു പോയ വിഭാഗമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ഏകീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അടക്കമുള്ള സഹാബികളെ അവരൊരിക്കലും ആദരിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കെതിരെ ശാപപ്രാർത്ഥനകൾ വരെ നടത്തുന്നുണ്ട്. അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് മുന്നേറേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയ ഒരു വിഭാഗമാണ്. അവർക്ക് സുന്നികളോട് ഈ ശത്രുതയുണ്ട്, സുന്നി വിഭാഗത്തെ അവർ പരമാവധി ഉപദ്രവിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ പുതിയ വർത്തമാനകാലത്തെ സംഭവം എന്താണ്? അത് സുന്നി ഷിയ വിഷയത്തിന്റെ പേരിൽ ആണോ അവിടെ ഒരു യുദ്ധമുണ്ടായിരിക്കുന്നത്? ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്? ഒരിക്കലുമല്ല. പശ്ചിമേഷ്യ എന്ന ആ പ്രദേശം മൊത്തം സംഘർഷഭരിതമാക്കാനുള്ള ഒരു ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇവിടെ ഇറാനെയും പലസ്തീന് ശേഷം ഇറാനെയും ആക്രമിക്കാനുള്ള ഇവരുടെ താല്പര്യത്തിന്റെ പിന്നിൽ. അതിന്റെ പിന്നിൽ നേരത്തെ സൂചിപ്പിച്ച കച്ചവട തന്ത്രമുണ്ട്, ഒപ്പം രാഷ്ട്രീയപരമായ കാരണങ്ങളുമുണ്ട്. അതൊന്നും വിശദീകരിച്ച് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ഇറാൻ ഇവിടെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇറാൻ പ്രതിരോധത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടുന്നതോ കുറെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ അയച്ചുകൊണ്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന സമീപനവും ഇറാൻ നിർവഹിക്കുന്നു. തെറ്റായ കാര്യമാണ്. അവർ പറയുന്ന ന്യായീകരണം അമേരിക്കൻ കേന്ദ്രങ്ങളെ, ഗൾഫിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രമാണ് ഉപദ്രവിക്കുന്നത് എന്നാണ്. എന്നിരുന്നാലും ഗൾഫ് ജീവിതത്തിൽ പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതിൽ നിന്ന് ഇറാൻ ഉറപ്പായും പിന്മാറണം. എന്നാൽ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത വന്ന ശേഷം ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഒമാനെ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. മാത്രമല്ല, സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ പോയ മിസൈലിന്റെ പിന്നിൽ മൊസാദ് എന്ന ഇസ്രായേൽ ചാരസംഘടനയാണ് എന്നിവരെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ കുളം കലക്കി മീൻ പിടിക്കുന്ന ആരൊക്കെയോ ഇതിലുണ്ട്. എല്ലാം ഇറാന്റെ പേരിൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒന്നുകൂടി നാം അറിയണം, ഇറാൻ ഷിയാക്കളുടെ വിശ്വാസത്തെക്കുറിച്ച് നാം സൂചിപ്പിച്ചു. 2019 മെയ് മാസത്തിൽ മക്കയിൽ വെച്ചൊരു കോൺഫറൻസ്, 1200ഓളം ലോകത്തെ ഷിയ സുന്നി വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ ചേർന്നുകൊണ്ടുള്ളൊരു യോഗം, ഒരു കോൺഫറൻസ് നടന്നു മക്കയിൽ വെച്ച്. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത തീരുമാനം, ഇനി അങ്ങോട്ട് ഒന്നിച്ചു നിൽക്കാനുള്ള ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഷിയാക്കളിലെ തീവ്രവാദപരമായ സമീപനം, സഹാബികളെ അധിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ സുന്നികൾ ഉൾക്കൊള്ളുന്ന, വിശ്വസിക്കുന്ന, ആദരിക്കുന്ന സഹാബികളെ അധിക്ഷേപിക്കുന്ന സമീപനം അവസാനിപ്പിക്കണം. മതത്തിന്റെ പേരിൽ മിതവാദമേ പാടുള്ളൂ, തീവ്രവാദം പാടില്ല. അതുപോലെ മീഡിയകൾ ഒരിക്കലും വിഭാഗീയത വളർത്തുന്ന വാർത്തകൾ കൊടുക്കരുത് പോലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുകയും അതിൽ ഇത്തരം പണ്ഡിതന്മാർ ഒപ്പിടുകയും ചെയ്തു. 2025 കഴിഞ്ഞ വർഷത്തിൽ ഈ നിയമം കുറച്ചുകൂടി ശക്തമാക്കി കൊണ്ടുവന്നു. എന്നിട്ടും നമ്മിൽ പലരും അമേരിക്ക എന്ന ലോക പോലീസ് നടത്തുന്ന ആ ക്രൂരതയെ മയപ്പെടുത്തുന്ന രീതിയിൽ ഇറാനെതിരെ വാക്കുകളും ശരങ്ങളുമായി വരികയാണ് നമ്മിൽപ്പെട്ട ചില ആളുകൾ, ചില പണ്ഡിതന്മാർ. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ഇറാന്റെ നയങ്ങളും നിലപാടുകളും വിശ്വാസവും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരു കരാർ കൂടി വന്ന സാഹചര്യത്തിൽ ആ കരാറിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പരസ്പരം മർദ്ദിക്കപ്പെട്ടവനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു സമീപനം നമ്മൾക്കുണ്ടാവണം. പക്ഷേ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന സ്വഭാവം മാറ്റണം, അത് നിർത്തണം. ഗൾഫ് രാജ്യം, പ്രത്യേകിച്ചും സൗദിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ചാർട്ടർ, ഒരു കോൺഫറൻസ് ചാർട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ
ആ ഗൾഫ് രാജ്യങ്ങളുമായി സഹവർത്തിത്വത്തോടെ കഴിയാനുള്ള ഒരു സമീപനം ഇറാൻ ഉണ്ടാവണം. എന്നാൽ ഇറാൻ എന്ന വൻശക്തി അമേരിക്കക്ക് നേരത്തെ ഭീഷണിയായിരുന്ന ഇറാഖിനെയും ലിബിയയും ഒക്കെ ഒതുക്കിയ ശേഷം ഇറാൻ എന്ന ശക്തിക്കെതിരെ അമേരിക്ക നീങ്ങുകയാണ്. ആ കളിയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആവേശം ഒരിക്കൽ പോലും ഇറാനെതിരായിക്കൊണ്ട് മറ്റുള്ളവരുടെ ആ കുരുട്ടുബുദ്ധിയെ ദുർബലപ്പെടുത്തുന്ന സമീപനമാകരുത് എന്ന് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കുക എന്നൊരു സമീപനം നമുക്കുണ്ടാവണം. നമുക്കറിയാം ഈ ഇന്ത്യ മഹാരാജ്യത്ത് 1980-കളിൽ ശരീഅത്തിനെതിരെ നിയമവുമായി സുപ്രീം കോടതി വന്നപ്പോ നമ്മളൊക്കെ ഒന്നിച്ചില്ലേ? എല്ലാവരും ഒന്നിച്ചില്ലേ? മുജാഹിദും സുന്നിയും ജമാഅത്തും തബ്ലീഗും ഒക്കെയും ഷിയാക്കളിൽപ്പെട്ട ചില വിഭാഗങ്ങൾ വരെ അതിലുണ്ടായിരുന്നു. അപ്പോ സുന്നികളെ വിമർശിച്ചുകൊണ്ട് നമ്മളാരും പ്രസംഗം നടത്തിയില്ല. ആ വിഷയത്തിൽ ഒന്നിക്കേണ്ട സന്ദർഭത്തിൽ ഒന്നിക്കണം. പുതിയ പൗരത്വ ബില്ല് നമുക്കറിയാം, നമ്മൾ ഒന്നിച്ചാണുള്ളത്. അപ്പോ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സുന്നി വിഭാഗത്തെ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് ആട്ടി അകറ്റുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. ഒന്നിക്കേണ്ട സന്ദർഭത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് നടക്കേണ്ടത്. ഒന്നിച്ചു നിന്നുള്ള സഹകരണമാണ് നടക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ മുനാഫിഖുകൾ വന്നിട്ട് പോലും അവരെ പിരിച്ചുവിട്ടില്ല പ്രവാചകൻ. ഇസ്ലാമിന്റെ ഒരുപാട് ത്യാഗോജ്ജലമായ യുദ്ധരംഗങ്ങളിൽ മുശ്രിക്കുകളിൽപ്പെട്ട ബഹുദൈവ വിശ്വാസികൾപ്പെട്ട ആളുകൾ വരെ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഫലസ്തീൻ ഒരു വിഷയമാണ്, ഇറാൻ നാളെ ഒരു വിഷയമാകും. അങ്ങനെ അത് പടർന്ന് വലിയൊരു ദുരന്തമായി തീരും മുമ്പേ തന്നെ കാര്യങ്ങളെ യഥാവിധി തിരിച്ചറിയാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ. എന്താണ് പരിഹാരം? സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെന്താണ് പരിഹാരം? നമ്മുടെ കയ്യിൽ രാജ്യത്തിന്റെ ചുക്കാനില്ല. നമ്മൾ രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നവരല്ല, സാധാരണക്കാരാണ്. എന്താണ് പരിഹാരം? നേരത്തെ സൂചിപ്പിച്ച ബദർ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൽ നിന്നും ഉയരേണ്ടത്. അള്ളാഹുവിനോട് ആ പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൽ നിന്നും ഉയരേണ്ടത്. ഈ വിശ്വാസം ഉൾക്കൊണ്ടു എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നു എന്നതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗം എന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് നിഷ്കളങ്കമായ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കണം. ഒന്ന് നാം മനസ്സിലാക്കണം, ലോകത്തെ മനുഷ്യന്മാരൊക്കെയും സഹോദരന്മാരാണ്. ഒരു ഉമ്മയുടെയും ബാപ്പയുടെയും മക്കളാണെന്ന് പ്രഖ്യാപിച്ച ഏക മതം ഇസ്ലാമാണ്. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, നമുക്കറിയാവുന്നതാണ് ആയത്ത്. ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊന്ന് നന്മക്കൊപ്പം ചേർന്ന് നിൽക്കുക, തിന്മയെ അകറ്റുക. നന്മക്കൊപ്പം ചേർന്ന് നിൽക്കുക, തിന്മയെ അകറ്റുക. പുണ്യങ്ങൾ, പാവങ്ങൾ, പ്രയാസപ്പെടുന്നവർ, ദുരിതർ, ആക്രമിക്കപ്പെട്ടവർ, അവരെയൊക്കെ സഹായിക്കുക. വിശക്കുന്നവരെ, വിഷമിക്കുന്നവരെയൊക്കെ സഹായിക്കുക. മനുഷ്യബന്ധങ്ങൾ അതിനൊരു പോറൽ പോലും ഉണ്ടാക്കരുത്. അക്രമം, ദ്രോഹം, കയ്യേറ്റം, വഞ്ചന, പരദൂഷണം, അസൂയ, കളവ്, കൃത്രിമം, സാമ്പത്തിക ചൂഷണം, മോഷണം, കൈക്കൂലി, ഇതൊന്നും അനുവദനീയമല്ല, പാടില്ല. ഓരോ മനുഷ്യന്റെയും അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. അവരുടെ അഭിമാനം സംരക്ഷിക്കണം. മദ്യം, ചൂതാട്ടം, പലിശ, വ്യഭിചാരം പോലുള്ള തിന്മകളൊക്കെ ഇസ്ലാം നിരാകരിക്കുകയും മനുഷ്യർക്ക് സമാധാനപൂർവ്വം ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ നന്മകൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഇസ്ലാം കൽപ്പിക്കുകയും ചെയ്തു. നന്മയുടെ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ യുദ്ധരംഗത്തും നന്മ വേണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കെ ആ നിലപാടുമായി മുന്നോട്ട് പോവേണ്ടവരാണ് നാം. മനസ്സിലാക്കേണ്ടത് ഈമാൻ എന്നത് ആരാധനാ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് സഹജീവികളോടുള്ള സ്നേഹം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം മനുഷ്യർ, പീഡിപ്പിക്കപ്പെടുന്നവർ, വിശ്വാസികൾ എന്ന നിലക്ക് ഐക്യപ്പെടേണ്ട ഘട്ടങ്ങളിലൊക്കെയും ഐക്യപ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ
മാനസികാവസ്ഥ നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം ശത്രുത വെച്ചു പുലർത്തിക്കൊണ്ടല്ല, മറിച്ച് സ്നേഹവും നീതിയും സത്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ലോകത്തെ മാറ്റിമറിക്കേണ്ടത്. ആയുധങ്ങൾ കൊണ്ടല്ല, മനസ്സാന്നിധ്യം കൊണ്ടാണ് ലോകത്തെ മാറ്റിമറിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് പശ്ചിമേഷ്യയിലെ പ്രയാസങ്ങൾക്ക് അറുതി വരാനുള്ള പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് പ്രത്യേകിച്ച് റമദാനിൽ നമുക്കുണ്ടാകണം. അങ്ങനെ മുന്നേറാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. സത്യം വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ലോകം തിരിച്ചെത്തട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.